ഹലോ ഓൾ, നമ്മൾ സീരീസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി കുട്ടികൾ ചോദിച്ചിട്ടുള്ള നമ്പറുകളാണിത്. അപ്പോൾ ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് മൗസ് പോയിന്റർ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഓടിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity cos n by 2 power n. സോ അതിൻ്റെ സൊല്യൂഷൻ മോഡുലസ് ഓഫ് an. സോ നമുക്ക് വേണ്ടുന്നത് ഈ സീരീസ് ഒക്കെ കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്നുള്ള കാര്യമാണ്. Summation is equal to 1 to infinity cos n by 2 raised to n is convergent or divergent. Okay, this is our question. Then we take modulus of a. What is modulus of a? Modulus of cos n by 2 power n. Now cos x ന്റെ value, modulus of cos x ന്റെ value എപ്പോഴും less than or equal to 1 ആയിരിക്കും. cos x ന്റെ value minus 1 1 വരെയാണ്. അപ്പോൾ mod cos x എപ്പോഴും 1 താഴെയായിരിക്കും. അപ്പോൾ for every real number x, so in particular natural number n ന് modulus of cos n less than or equal to 1 ആയിരിക്കും. അപ്പം മോഡുലസ് ഓഫ് കോസ് എൻ ബൈ 2 പവറിനെ നമുക്ക് മോഡുലസ് ഓഫ് കോസ് എൻ ബൈ മോഡുലസ് ഓഫ് 2 പവർ എന്ന് എഴുതാം. അപ്പം മുകളിലത്തെ ആ മോഡുലസ് ഓഫ് കോസ് എന്നിന് നമുക്ക് ലെസ് ദാൻ ഒരു 1 എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പം മോഡുലസ് ഓഫ് കോസ് എൻ ബൈ 2 പവർ എൻ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കോസ് എൻ ബൈ മോഡുലസ് ഓഫ് 2 പവർ എൻ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ മോഡുലസ് ഓഫ് 2 പവർ എൻ. നൗ 2 പവർ എൻ പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് 2 പവർ എൻ 2 പവർ എൻ തന്നെയാണ്. സോ ദിസ് ഇസ് 1 ബൈ 2 പവർ എൻ. സോ മോഡുലസ് ഓഫ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ 2 പവർ എൻ. Now, what about the series 1 by 2 power n? Summation n is equal to 1 by 2 power n is a geometric series. അല്ലേ, ഇതൊരു ജിയോമെട്രിക് സീരീസ് ആണ്. കോമൺ റേഷ്യോ എത്രയാണ് വരിക? 1/2. അപ്പോൾ കോമൺ റേഷ്യോ -1 നും 1 നും ഇടയ്ക്കാണെങ്കിൽ ജിയോമെട്രിക് സീരീസ് സമ്മേഷൻ n is equal to 1 to infinity ar raised to n. കോമൺ റേഷ്യോ 6 -1 നും 1 നും ഇടയ്ക്കാണെങ്കിൽ ജിയോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ 1/2 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ജിയോമെട്രിക് സീരീസിന്റെ കോമൺ റേഷ്യോ. ഈ സീരീസ് കൺവേർജ് ചെയ്യും. ഓക്കെ, സോ ഈ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. സമേഷൻ 1/2 n കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ 1/2 നും മോഡുലസ് ഓഫ് എനും നോൺ നെഗറ്റീവ് ടൈംസ് ആയതുകൊണ്ട് വലിയ സീരീസ് ആയ 1/2 പവർ n കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ചെറിയ സീരീസ് ആയ സമേഷൻ മോഡുലസ് ഓഫ് എന് കൺവേർട്ട് ചെയ്യും. ഇത് കമ്പാരിസൺ ടെസ്റ്റ്. അതായത് therefore summation modulus of n is equal to summation modulus of cos n by 2 power n is a convergent series. Okay, this is a convergent series. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സമേഷൻ കോസ് എൻ ബൈ 2 പവർ എൻ എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട്ലി കൺവർജന്റ് സീരീസ് എന്ന് പറയാം. അല്ലെങ്കിൽ സമേഷൻ എ എൻ ഈസ് ഈക്വൽ ടു സമേഷൻ കോസ് എൻ ബൈ 2 പവർ എൻ. ഈ സീരീസിന്റെ മോഡുലസ് ആയ സമേഷൻ മോഡൻ കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു അബ്സല്യൂട്ട്ലി കൺവർജന്റ് സീരീസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ സമേഷൻ എ എൻ അല്ലെങ്കിൽ സമേഷൻ കോസ് എൻ ബൈ 2 പവർ എൻ ഒരു അബ്സല്യൂട്ട്ലി കൺവർജന്റ് സീരീസ് ആണ്. അതാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഇനി നമ്മൾ ഒരു റിസൾട്ട് പഠിക്കുന്നുണ്ട്. എന്താണ്? എവരി അബ്സല്യൂട്ട്ലി കൺവർജന്റ് സീരീസ് ഇസ് കൺവർജന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമേഷൻ എ എൻ എന്ന് പറയുന്ന സീരീസ് ന്റെ സമേഷൻ മോഡുലസ് എ എൻ കൺവർജന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സമേഷൻ എ എൻ അബ്സല്യൂട്ട്ലി കൺവർജന്റ് ആയെങ്കിൽ അതിന്റെ സാധാ സീരീസ് സമേഷൻ എ എൻ കൺവർജന്റ് ആയിരിക്കും. അതാണ് റിസൾട്ട് പറയുന്നത്. എവരി അബ്സല്യൂട്ട്ലി കൺവർജന്റ് സീരീസ് ഈസ് കൺവർജന്റ്. അതുകൊണ്ട് സമേഷൻ എ എൻ ഈസ് ഈക്വൽ ടു സമേഷൻ കോസ് എൻ ബൈ 2 പവർ എൻ ഈസ് എ കൺവർജന്റ് സീരീസ്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ചോദ്യം ചെയ്യും അതൊരു കൺവർജന്റ് ആയിട്ടുള്ള സീരീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മേഷൻ n is equal to 1 to infinity cos n by n root n. ഓക്കെ, cos n by n root n സെയിം റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. മോഡുലസ് ഓഫ് എൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് cos n by n root n ആണ്. cos ഓഫ് എനി വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് cos വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n root n എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 by n raised to 3/2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതൊരു പി സീരീസ് ആണ്. സമേഷൻ 1 by n raised to 3/2 എന്ന് പറയുന്നത് ഒരു പി സീരീസ് ആണ്. വിത്ത് പി വാല്യൂ 3/2 ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് പി സീരീസ് ടെസ്റ്റ് വെച്ചിട്ട് ഈ സീരീസ് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ സമേഷൻ 1 by n raised to 3/2 കൺവേർട്ട് ചെയ്യും. ഇതൊരു നോൺ നെഗറ്റീവ് സീരീസ് ആണ്, സീക്വൻസ് ആണ്. ഇതൊരു നോൺ നെഗറ്റീവ് സീക്വൻസ് ആണ്. അതുകൊണ്ട് ഇത് വെച്ചിട്ടുള്ള സീരീസ് ആയ സമേഷൻ മോഡ് എൻ കൺവേർട്ട് ചെയ്യും ബൈ ദ കമ്പാരിസൺ ടെസ്റ്റ്. അതുകൊണ്ട് സമേഷൻ എ എൻ എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട്ലി കൺവർജന്റ് സീരീസ് ആയിരിക്കും. അതുകൊണ്ട് സമേഷൻ എ എൻ കൺവേർട്ട് ചെയ്യും മോളിൽ പറഞ്ഞ റിസൾട്ട് പ്രകാരം. അതായത് സമേഷൻ എ എൻ ഈസ് ഈക്വൽ ടു സമേഷൻ കോസ് എൻ ബൈ എൻ റൂട്ട് എൻ ഒരു കൺവർജന്റ് സീരീസ് ആയിരിക്കും. ഓക്കെ, സോ സമേഷൻ എൻ ഈസ് ഈക്വൽ ടു 1 to infinity cos n by n root n is a convergent series. Next question, summation n is equal to 1 to infinity n factorial raised to n divided by n raised to n square. Okay, so ഇത് നമ്മൾ എന്ത് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്? എന്ത് റൂട്ട് ടെസ്റ്റ് എന്താണ് പറയുന്നത്?
nth റൂട്ട് ടെസ്റ്റ് പറയുന്നത് summation modulus of summation an is a series. Then if modulus of an raised to 1 by n converges to l less than 1, the series summation an convergent, greater than 1 divergent, equal to 1 test to fail. Okay. L greater than 1 or L is infinity also. Okay. Anyway, it is divergent. L equal to 1, it test fails. So, ആ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. an n factorial raised to n divided by n raised to n square ആണ്. മോഡുലസ് n raised to 1 by n നമ്മൾ എടുക്കുന്നു. Then n factorial raised to n by n raised to n square. ഇതൊരു നോൺ നെഗറ്റീവ് ടൈം ആയിട്ട് നമുക്ക് മോഡുലസ് ഒഴിവാക്കാം. രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1 by n എടുക്കാം. n factorial raised to n 1 by n divided by n raised to n square എന്ന് പറയുന്നത് n raised to 2n ആണ്. a raised to m whole raised to n എന്ന് പറയുന്നത് n raised to mn ആണ്. So n raised to 2n 1 by n raised to 1 by n. So n factorial raised to n ക്യാൻസൽ ആവുന്നു. ഇവിടെ 2n ൽ നിന്ന് n ക്യാൻസൽ ആവുന്നു. n factorial by n square. ഓക്കെ, n factorial by n square. അത് ഓക്കെ, ഇതിന്റെ ലിമിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ l ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ സീരീസിനെ നമ്മൾ ബി എൻ എന്ന് വിളിക്കുന്നു. ബി എന്നിന്റെ ലിമിറ്റിനെ കുറിച്ച് നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 ഈക്വൽ ടു 1 അറിഞ്ഞാലാണ് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സീക്വൻസിന്റെ n ഫാക്ടോറിയൽ ബൈ n റേസ് ടു n എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ശ്രമിക്കുകയാണ്. ഓക്കെ, അതിന് നമ്മൾ വേറൊരു റേഷ്യോ ടെസ്റ്റ് ഫോർ സീക്വൻസ് നമ്മൾ എടുക്കുകയാണ്. അതായത് ഒരു നോൺ നെഗറ്റീവ് സീക്വൻസ് ആണ് ബി എൻ എങ്കിൽ bn plus 1 by bn ന്റെ ലിമിറ്റ് l ആണെങ്കിൽ, l less than 1 ആണെങ്കിൽ bn 0ലേക്ക് മൂവ് ചെയ്യും. l greater than 1 ആണെങ്കിൽ bn ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യും. l equal to 1 ആണെങ്കിൽ ഈ ടെസ്റ്റ് യൂസ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ bn നമ്മൾ എടുക്കുന്നു, n ഫാക്ടോറിയൽ ബൈ n സ്ക്വയർ. ഇതിന്റെ ലിമിറ്റ് ആണ് നമുക്ക് വേണ്ടത്. bn plus 1 bn കൺസിഡർ ചെയ്യുന്നു. n plus 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n plus 1 സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ ബൈ n ഫാക്ടോറിയൽ. n plus 1 ഫാക്ടോറിയലും n ഫാക്ടോറിയലും കമ്പൈൻ ചെയ്യുന്നു. n സ്ക്വയർ n plus 1 സ്ക്വയറും കൺവേർട്ട് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. n plus 1 ഫാക്ടോറിയലും n ഫാക്ടോറിയലിനകത്തുനിന്ന് മുകളിൽ n ഫാക്ടോറിയൽ വരെ ഭാഗം കട്ടായി പോയിട്ട് n plus 1 മാത്രം നിൽക്കും. ഇവിടെ ന്യൂമറേറ്ററിൽ n സ്ക്വയർ ഉണ്ട്. ഇവിടുത്തെ n plus 1 സ്ക്വയർ ചെയ്യുന്ന ഒരു ബ്രാക്കറ്റിൽ നിന്ന് ഒരു n ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ n സ്ക്വയർ ആയിട്ടായിരിക്കും പുറത്ത് വരുന്നത്. അപ്പോൾ n സ്ക്വയർ ഇൻറ്റു 1 plus 1 by n സ്ക്വയർ. ഓക്കെ, 1 plus 1 by n സ്ക്വയർ. അപ്പോൾ നമുക്ക് n plus 1 ഇൻറ്റു ഈ n സ്ക്വയറും ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, ഈ n സ്ക്വയർ ക്യാൻസൽ ആയി പോകുന്നു. ദെൻ n plus 1 ഡിവൈഡഡ് ബൈ 1 plus 1 by n സ്ക്വയർ. ന്യൂമറേറ്റർ ഫൈനൈറ്റിലേക്ക് പോകുന്നു, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. n plus 1 ഇൻഫിനിറ്റിയിലേക്കാണ് ആസ് n ഗോയിങ് ടു ഇൻഫിനിറ്റി. ദെൻ 1 plus 1 by n സ്ക്വയർ 1ലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഇത് ഇൻഫിനിറ്റി ബൈ 1 അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 1ലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇത് ഗ്രേറ്റർ ദാൻ 1ലേക്കാണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 1ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ bn എങ്ങോട്ട് പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ ഈ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഈ സീരീസ് എന്ത് ചെയ്യും, മോഡുലസ് n റേസ് ടു 1 by n ന്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ സമ്മേഷൻ n എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും. സോ ദിസ് സീരീസ് ഈസ് എ ഡൈവേർജന്റ് സീരീസ്. ഓക്കെ, ദിസ് സീരീസ് ഈസ് എ ഡൈവേർജന്റ് സീരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to infinity n ഫാക്ടോറിയൽ റേസ് ടു n ഡിവൈഡ് ബൈ n റേസ് ടു n സ്ക്വയർ. നമ്മൾ മുമ്പേ പറഞ്ഞ നമ്മളുടെ nth റൂട്ട് ടെസ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. an n ഫാക്ടോറിയൽ റേസ് ടു n ബൈ n റേസ് ടു n സ്ക്വയർ മോഡുലസ് n റേസ് ടു 1 by n നമ്മൾ എടുക്കുന്നു. n ഫാക്ടോറിയൽ ബൈ, ഇവിടെ n ക്യാൻസൽ ആയി പോകും, n സ്ക്വയർ ചെയ്യുന്ന n അങ്ങ് പോകും. n ഫാക്ടോറിയൽ ബൈ n റേസ് ടു n, അതിനെ നമ്മൾ bn എന്ന് വിളിക്കുന്നു. അതിന്റെ ലിമിറ്റ് ആണ് നമുക്ക് വേണ്ടുന്നത് നിലവിൽ. ഓക്കെ, അതിന്റെ ലിമിറ്റ് ഇതാണ് വേണ്ടത്, l ആണ് വേണ്ടുന്നത്. bn plus 1 by bn കൺസിഡർ ചെയ്യുക. ഓക്കെ, bn plus 1 by bn മുമ്പേ പറഞ്ഞ റിപ്പീറ്റ് ആയിട്ട് വേറൊരു ടെസ്റ്റ് നമ്മൾ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ഈ bn ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് അപ്ലൈ ചെയ്യുവാണ്. അത് നമ്മളുടെ റേഷ്യോ ടെസ്റ്റ് ഫോർ സീക്വൻസ് ആണ്. അപ്പോൾ bn plus 1 by bn കൺസിഡർ ചെയ്യുക. n plus 1 ഫാക്ടോറിയൽ ബൈ n plus 1 റേസ് ടു n plus 1 ഇൻറ്റു bn plus 1 മീൻസ് bnനകത്ത് n ഉള്ളതൊക്കെ n plus 1 കൊടുക്കുക. n raised to n divided by n factorial into n raised to 1 by bn is just reverse this thing and multiply with the reverse thing, the reciprocal. n raised to n divided by n factorial, n plus 1 factorial n factorial combine ചെയ്യുന്നു. n raised to n ഉം n plus 1 raised to n plus 1 combine ചെയ്യുന്നു. ഇവിടെ n plus 1 factorial n factorial നിന്ന് ന്യൂമറേറ്ററിൽ n plus 1 മാത്രം തന്നെ നിൽക്കും. ഇവിടെ n raised to n, ഇനി n plus 1 raised to n plus 1 മാത്രം ഒന്ന് എടുക്കുക. ഓക്കെ, n plus 1 raised to ഈ ഒരു ടൈം മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ n plus 1 raised to n plus 1 ആണ്.
അത് തന്നെ നമുക്ക് n+1 റേസ് ടു n ഇൻറ്റു n+1 എന്ന് എഴുതാം. ഇനി അഗെയിൻ n+1 റേസ് ടു n-നെ നമുക്ക് n+1 റേസ് ടു n-നെ നമുക്ക് n+1 റേസ് ടു n-നകത്തുനിന്ന് ഒരു n ഇതിനകത്തുനിന്ന് ഒരു n ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ പുറത്ത് n റേസ് ടു n ആയിട്ടായിരിക്കും പുറത്ത് വരുന്നത്. n റേസ് ടു n ഇൻറ്റു 1 + 1/n റേസ് ടു n വരും. ഓക്കെ ദെൻ മിച്ചമുള്ള n+1 ഇവിടെ നിൽക്കുന്നു. അപ്പോൾ n+1 റേസ് ടു n+1 പകരം നമ്മൾ n റേസ് ടു n 1 + 1/n റേസ് ടു n+1 എഴുതുന്നു. n+1ഉം ഇവിടുത്തെ ഒരു n+1ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഇവിടുത്തെ n റേസ് ടു n റേസ് ടു n ക്യാൻസൽ ആയിപ്പോയി പോയിട്ട് 1 + 1/n റേസ് ടു n. ഇതെങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുക? ഓക്കെ, നമുക്ക് ഈ അറിയാവുന്ന മറ്റൊരു നോൺ റിസൾട്ട് എന്താണ്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + x/n ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? e റേസ് ടു x-ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 1 + 1/n ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് 1 + x/n ഹോൾ റേസ് ടു n-നകത്ത് x-ന് 1 കൊടുത്തതാണ്. അപ്പോൾ x-ന് 1 കൊടുക്കുമ്പോൾ 1 + 1/n ഹോൾ റേസ് ടു n ആണ്. അപ്പോൾ e റേസ് ടു 1-ലേക്കായിരിക്കും കൺവേർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡിനോമിനേറ്റർ e-ലേക്ക് കൺവേർട്ട് ചെയ്യും. ന്യൂമറേറ്റർ 1 ആണ്, 1/e-ലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഇനി ഈ ലിമിറ്റ് ഒരു <1 ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഇത് <1 ആണെങ്കിൽ L എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഇതിന്റെ bn-ന്റെ bn+1/bn <1-ലേക്ക് കൺവേർട്ട് ചെയ്താൽ bn 0-ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ bn 0-ലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ മോഡുലസ് n റേസ് ടു 1/n 0-ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം ആ വാല്യൂ <1 ആണ്. സോറി, ആ വാല്യൂ <1 ആണ്. ആ വാല്യൂ എത്രയാണ് വരിക? 0 <1 ആണ്. അതുകൊണ്ട് മോഡുലസ് ഓഫ് n റേസ് ടു 1/n <1 ആയിട്ടുള്ള ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് nth റൂട്ട് ടെസ്റ്റ് പ്രകാരം ഈ സീരീസിന്റെയും കൺവേർട്ട് ചെയ്യും. സോ ദിസ് എ കൺവേർജന്റ് സീരീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Summation n is equal to 1 to infinity n raised to n divided by 2 power n square. So an എന്ന് പറയുന്നത് n raised to n divided by 2 raised to n square. സെയിം റിസൾട്ട് അപ്ലൈ ചെയ്യുക. മോഡുലസ് n raised to 1/n n factorial raised to 1/n 2 raised to n square all raised to 1/n. ന്യൂമറേറ്ററിൽ n മാത്രം, ഡിനോമിനേറ്ററിൽ 2 power n മാത്രം, 2 power n square ചെയ്യുന്ന n മാത്രം. ഈ bn എന്ന് വിളിക്കുന്നു. ഇതിന്റെ ലിമിറ്റ് ആണ് നമുക്ക് വേണ്ടുന്നത്. bn+1/bn കൺസിഡർ ചെയ്യുക. n+1 divided by 2 power n+1 into 2 power n/n. Yeah, this is n. Then n+1/n into 2 power n by 2 power n+1. ഇവിടെ ഇത് 1 + 1/n എന്ന് എഴുതാം. n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1/2 വരും, ഇവിടെ ഒരു 1/2 വരും. സോ 1/2. സോ 1 + 1/n into 1/2. ഇത് 1-ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് 1-ലേക്ക് കൺവേർട്ട് ചെയ്യും. 1 into 1/2 എന്ന് പറയുന്നത് 1/2 <1 ആണ്. അപ്പോൾ ഇത് <1 ആയതുകൊണ്ട് L എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അത് <1 ആണ്. അതുകൊണ്ട് ഈ സീരീസ് എന്ത് ചെയ്യും? Converge. So this is a convergent series. Next problem. Summation n is equal to 1 to infinity 1/n into e/3 all raised to n. So same result apply ചെയ്യുക. Modulus of n raised to 1/n എടുക്കുന്നു. Modulus of 1/n e/3 raised to n all raised to 1/n. So 1/n ഇത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. മോഡുലസ് മാറ്റാൻ പറ്റും. 1/n raised to n into e/3 whole raised to n ഉം 1/n കൂടെ വരുമ്പോൾ e/3 മാത്രം. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ n റേസ് ടു n ഇൻഫിനിറ്റിയിലേക്ക് പോകും. 1/n റേസ് ടു ഇൻഫിനിറ്റി 0-ലേക്ക് പോകും. ഇൻറ്റു ഒരു എന്താണ് പറയുക, ഒരു സ്കെയിലാണ്, ഒരു നമ്പറാണ് വരിക, ഇൻറ്റു e/3. സോ ഈ ഫുൾ പ്രോഡക്റ്റ് 0-ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം <1 ആണ്. അപ്പോൾ ഈ സീരീസ് എന്ത് ചെയ്യും? സമ്മേഷൻ an എന്ന് പറയുന്നത് ബൈ nth റൂട്ട് ടെസ്റ്റ് കൺവേർജന്റ് ഇസ് എ കൺവേർജന്റ് സീരീസ്. നെക്സ്റ്റ് പ്രോബ്ലം. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് 1/3 + 1/5 + 1/7 + 1/9 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ സീരീസ് ഇതൊരു സീരീസ് ആണ്. അതിന്റെ കൺവേർജൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. സമ്മേഷൻ ഇപ്പോൾ ഈ സീരീസിനെ നമുക്ക് സമ്മേഷൻ 1/2n + 1 എന്ന് എഴുതാം. ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ് വരിക. ഓക്കെ, 2n + 1 എന്ന് എഴുതാം. 1 ഇല്ല ബാക്കി. അപ്പോൾ n=1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1/2n + 1 ആണുള്ളത്. സോ an-നെ നമുക്ക് 1/2n + 1 ആയിട്ട് എടുക്കുന്നു. ഇനി നമ്മളൊരു ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് അപ്ലൈ ചെയ്യുവാണ്. ആ ടെസ്റ്റ് എന്താണ് പറയുന്നത്? സമ്മേഷൻ a-നും സമ്മേഷൻ b-നും രണ്ട് നോൺ നെഗറ്റീവ് സീരീസ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ a-നും b-നും > 0 ആണെങ്കിൽ ഇവയുടെ റേഷ്യോ an/bn, ഇവരുടെ റേഷ്യോ an/bn, അതിന്റെ ലിമിറ്റ്, ആ റേഷ്യോ സീക്വൻസിന്റെ ലിമിറ്റ് അത് c ആണെന്ന് വിചാരിക്കുക. അതൊരു പോസിറ്റീവ് ഫൈനൈറ്റ് വാല്യൂ ആണെന്ന് വിചാരിക്കുക. അതൊരു പോസിറ്റീവ് ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ ഈ രണ്ട് സീരീസും ബോത്ത് ദ സീരീസ് കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? an കൺവേർജ് ചെയ്യുവാണെങ്കിൽ bn കൺവേർജ് ചെയ്യും, bn കൺവേർജ് ചെയ്യുവാണെങ്കിൽ an കൺവേർജ് ചെയ്യും.
അതുപോലെ എ എൻ ഡൈവേർജ് ചെയ്യുവാണെങ്കിൽ ബി എൻ ഡൈവേർജ് ചെയ്യും, ബി എൻ ഡൈവേർജ് ചെയ്യുവാണെങ്കിൽ എ എൻ ഡൈവേർജ് ചെയ്യും. ഈ രണ്ട് സീരീസിനും ഒരുപോലെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ ഓർ ബിഹേവ് സെലക്ട് എന്നൊക്കെ നമുക്ക് പറയാം. രണ്ടിന്റെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കും. ഇവിടെ എ എൻ 1/2n+1 ബി എൻ നമ്മൾ 1/n ചൂസ് ചെയ്തതാണ്. ഓക്കെ, സോ വി ചൂസ് bn is equal to 1/n. So an by bn is an into 1/2n plus into bn or 1/n. Okay, n into n. Okay, n by 2n plus 1. രണ്ടാമത്തെ ഒരു n ഔട്ട്സൈഡ് എടുത്താൽ മതി. 1/2 plus 1/n. ഇത് കൺവേർട്ട് ചെയ്യുന്നത് 1/2ലേക്കാണ്. ഓക്കെ, 1/0ലേക്ക് പോകും. അപ്പോൾ 1/2ലേക്കാണ്. ഇതൊരു പോസിറ്റീവ് ഫൈനൈറ്റ് വാല്യൂ ആണ്. ഇതാണ് നമ്മളുടെ ആ സി. ഓക്കെ, ഈ സി ഒരു പോസിറ്റീവ് ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പോൾ രണ്ട് സീരീസിന്റെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കും. ഇനി വാട്ട് അബൌട്ട് സമേഷൻ ബി എൻ? സമേഷൻ എ എൻ ഈസ് 1 സമേഷൻ 1/2n+1. ഈ സമേഷൻ ബി എൻ എന്ന് പറയുന്നത് സമേഷൻ 1/n ആണ്. അപ്പൊ ഇവർ രണ്ടും ഒരുപോലെ ബിഹേവ് ചെയ്യും. 1/2 ഒരു പോസിറ്റീവ് ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് അവരുടെ റേഷ്യോയുടെ ലിമിറ്റ്. ഇനി സമേഷൻ ബി എൻ എന്ന് പറയുന്നത് സമേഷൻ 1/n ആണ്. ഇതൊരു പി സീരീസ് ആണ് വിത്ത് പി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സമേഷൻ 1/n എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. സമേഷൻ 1/n പി അകത്ത് പി 1 വരുമ്പോൾ സമേഷൻ 1/n അത് ഡൈവേർജ് ചെയ്യും. സോ സമേഷൻ ബി എൻ ഡൈവേർജ് ചെയ്യും. സമേഷൻ എനും സമേഷൻ ബി എനും ഒരുപോലെ ബിഹേവ് ചെയ്യും ബൈ ദ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ രണ്ടുപേരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കും. സോ സമേഷൻ ബി എൻ ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് സമേഷൻ എനും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. സോ ദിസ് ഇസ് എ ഡൈവേർജന്റ് സീരീസ്. 1/3 plus 1/5 plus 1/7 plus etc. is a ഡൈവേർജന്റ് സീരീസ്. ഓക്കെ, സോ നിങ്ങൾ ടെസ്റ്റുകളൊക്കെ എല്ലാവരും പഠിക്കുക. ഫുള്ളായിട്ട് ടെസ്റ്റുകൾ ഓരോന്നും പഠിക്കുക, പ്രോബ്ലംസ് ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.